ഹലോ, ഇന്ന് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഫോൺ സ്ക്രീൻ ഒന്ന് ചരിച്ച് പിടിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ജെർബറയാണ് നമ്മുടെ പ്ലാന്റ്, സയൻറ്റിഫിക് നെയിം. അതായത് അതിൻ്റെ ഫാമിലി അസ്റ്ററേഷ്യയാണ്. സാധാരണഗതിയിൽ 2 ടൈപ്പ് ജെർബറ പ്ലാന്റ്സ് ആണ് കണ്ടുവരുന്നത്, അടുക്കും അടുക്കല്ലാത്തവയും. അവർക്കൊക്കെ പ്രത്യേകം പേരുകളുണ്ട്. ഈ അടുക്കല്ലാത്ത പൂക്കൾ നാടൻ ജെർബറ ആണ്, അതുകൊണ്ട് തന്നെ മാസം തോറും പൂക്കളുണ്ടാവും. ഈ മജന്ത ഈ കാണുന്നത് കുറച്ചുകൂടെ തിങ്ങിയ അടുക്ക് പോലുള്ള പെറ്റൽസ് ആണ്. അത് ഹൈബ്രിഡ് ഇനമാണ്, പൂക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പ്ലാന്റിനെ പറ്റിയിട്ടുള്ള മുഴുവൻ വിവരണങ്ങളും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ എങ്ങനെ നമുക്കിത് പൂക്കാറായി എന്നതിനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ പൂക്കാറായ പ്ലാന്റ്സിന് നല്ല കുഞ്ഞ് ലീവ്സും അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ മുഴ പോലെ ഒരു ചെറിയ ബൾജിങ് ഉണ്ടാവും. ആ ഒരു ബൾജിങ് ആണ് അതിൻ്റെ ബഡ്, ഫ്ലവർ ബഡാണ്. ആ ഫ്ലവർ ബഡ് ചെറിയ പ്രാണികളോ മറ്റ് ജന്തുക്കളോ ഒക്കെ വന്ന് അതിൻ്റെ ചാറ് കുടിച്ചങ്ങ് നശിപ്പിച്ച് കളയും. അങ്ങനെയാണെങ്കിൽ അതിൽ പൂക്കൾ ഉണ്ടാവില്ല, അത് ശ്രദ്ധിക്കണം. അതിന് എന്തെല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു തരാം. പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളും എല്ലാം ഇതിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ബഡാണ് പിന്നീട് നല്ലൊരു വലിയ ഫ്ലവറായിട്ട് മാറുന്നത്. ഇനി അടുത്തത് എങ്ങനെ നമുക്ക് ആ ലീവ്സ് വെച്ചിട്ട് പ്ലാന്റിൻ്റെ കളറ്, ആ ഫ്ലവറിൻ്റെ കളർ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ്. ഓരോ പ്ലാന്റും ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഡെയിലി പ്ലാന്റിനെ കാണുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഈ ഒരു ഫ്ലവർ ഇതൊരു മജന്ത ആണ്, ഹൈബ്രിഡ് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീവ്സ് കുറച്ചുകൂടെ ക്രിങ്കിൾഡ് ആണ്, ഒന്ന് ചുരുണ്ട ലീവ്സ് ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ലീവ്സ് ആണ് മറ്റ് പ്ലാന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഈ നാടൻ ടൈപ്പ് ജെർബറയ റോസ് കളറിന് നല്ല ലൈറ്റ് ഗ്രീൻ കളറാണ് ലീഫ്, അതുപോലെ തന്നെ നല്ല നീണ്ട ലീഫാണ്. പക്ഷേ അത് റെഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെഡിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചർ എല്ലാം സെയിം ആണെങ്കിലും കളർ നല്ല ഡാർക്ക് ഗ്രീനാണ്, മറ്റേതിൻ്റെത് ലൈറ്റ് ഗ്രീനാണ്. ആദ്യമായിട്ട് ജെർബറ പ്ലാന്റ്സ് വാങ്ങിച്ച് വളർത്തുന്നവർക്ക് എല്ലാ ലീവ്സും ഒരുപോലെ തോന്നും, പക്ഷേ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീവ്സാണ് ഓരോ കളേഴ്സിനും. അടുത്തത് ജെർബറ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന കുറച്ച് ഇൻസെക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിൽ ഒരു സാധനം അവിടെ ഇരിക്കുന്നത് കണ്ടോ, ഇതൊരു മീൽ ബഗ് പോലെ ഒരു ചെറിയൊരു സാധനം. പക്ഷേ മീൽ ബഗ് അല്ല, ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരണേ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ വന്നിരിക്കുമ്പോഴേക്കും ഇത് അതിൻ്റെ ചാറ് കുടിച്ച് ആ പ്ലാന്റിനെ കൊന്നു കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നിരുന്നാൽ നമ്മൾ അതിനെ കാണുകയാണെങ്കിൽ അപ്പോഴേ അതിനെ മാറ്റണം, അല്ലെങ്കിൽ അതിങ്ങനെ ചാറ് കുടിച്ച് അത് പെരുകി ആ പ്ലാന്റിനെ കംപ്ലീറ്റ് ആയിട്ട് അതും കൊന്നു കളയും. ഇതിനെ എങ്ങനെ ഒഴിവാക്കാന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി അടുത്തത് നമ്മുടെ തന്നെ നാച്ചുറൽ ഫാക്ടേഴ്സ്, ഈ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ്. ആദ്യത്തേത് സൺലൈറ്റ് ആണ്. സൂര്യപ്രകാശം നല്ല വേണ്ട ഒരു പ്ലാന്റ് ആണ്. നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പൂക്കളും ഉണ്ടാവും. ഇനി രണ്ടാമത്തേത് വാട്ടറാണ്. വെള്ളം ശരിക്ക് വേണം, എന്നാൽ അതേസമയം വെള്ളം ഇല്ലാതെ 2-3 ദിവസമൊക്കെ സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. പോട്ടിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ സാധാരണ ഗാർഡൻ സോയിലാണ് നട്ടേക്കുന്നത്. പ്രത്യേകിച്ചിട്ട് പോട്ടിൽ നടാത്തതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ഇതിൻ്റെ കിഴങ്ങ് പ്ലാന്റ് വലുതാകും തോറും വലുതായി പോട്ടിനെ പൊട്ടിച്ച് കളയും. അത്രയ്ക്ക് വലിയ കിഴങ്ങാണ് അതിന് ഉണ്ടാവുന്നത്. ഇനി ഇതിന് എന്തെല്ലാം ഫെർട്ടിലൈസേഴ്സാണ് ഉപയോഗിക്കുന്നതെന്ന്, കോമൺലി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് കൗഡങ് വാട്ടറാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് കൗഡങ് വാട്ടർ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട്. കുറച്ച് മാത്രം ചാണകപ്പൊടി എടുത്തിട്ട് 1 ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയാണ് കൗഡങ് വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊഴിക്കുമ്പോൾ തന്നെ പുതിയ പൂക്കളുണ്ടാവും, പുതിയ ലീവ്സ് ഉണ്ടാവും, പ്ലാന്റിന് കുറച്ചുകൂടെ ആരോഗ്യം വരും. രണ്ടാമത്തെ മാർഗം വേപ്പിൻ പിണ്ണാക്കാണ്. നീം കേക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന്. വളരെ ബെസ്റ്റായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന, നേരത്തെ ഞാൻ കാണിച്ചില്ല ഒരു മീൽ ബഗ്, അതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവയാണ്. ഇത് ഡയറക്റ്റായിട്ട് പ്ലാന്റിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? 2 സ്പൂൺ മാത്രം നീം കേക്ക് എടുത്തിട്ട് ഒരു വലിയ ബക്കറ്റ് നിറയെ വെള്ളം എടുത്ത് അതിനെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടുന്നത്. അല്ലെങ്കിൽ കറക്റ്റ് ഡയറക്റ്റ് ആ വേരിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ പ്ലാന്റ് മൊത്തത്തിൽ അങ്ങ് ചത്തുപോകും, കരിഞ്ഞു പോകും. അപ്പോൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് ഇതെടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്ക്. ഇത് നമ്മുടെ ആട്ടിനും പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ്. ഇത് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണിത്. ഇത് 1, 2, 3 പീസ് എടുത്തിട്ട്
കുതിർക്കാൻ അനുവദിച്ചു കൊടുക്കണം. ഒരു 2-3 ദിവസം എടുക്കുമ്പോൾ അതങ്ങ് പുളിക്കും. അപ്പോൾ അത് പുളിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചത് കണക്ക് 2-3 ടീസ്പൂൺ എടുത്ത് ഒരു ഫുൾ ബക്കറ്റ് വെള്ളത്തിൽ നേർപ്പിച്ചെടുത്തിട്ടാണ് ചെടികൾക്ക് ഒഴിക്കുന്നത്. വീണ്ടും അതിനെ പറ്റിയിട്ട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് കാഴ്ച ഇത് മാത്രം കാണിക്കുന്നത്. അപ്പോൾ ഇത് പുളിച്ചതിന് ശേഷം നല്ല വീര്യം കൂടും, അതുകൊണ്ടാണ് നേർപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം വളരെ ചെറിയ തൈകളിൽ പോലും മൊട്ടുകൾ ഉണ്ടാവാറുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് ഒഴിച്ച് ഒരു കുഞ്ഞ് തൈയിൽ ഇതേ മൊട്ട് വരുത്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. നല്ല ചെറിയ ജെർബറയുടെ തൈയാണിത്, നാടൻ ഇനമാണ്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം അവിടെ സൈഡിലായിട്ടൊക്കെ പൊട്ടി കിളിച്ചിട്ടുണ്ട്, വേര് പൊട്ടി പുതിയ തൈകളും ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ലതാണ്, എല്ലാ പ്ലാന്റ്സിനും ഒഴിക്കാൻ പറ്റുന്നവയാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ്സിനൊന്നും കൊടുക്കാൻ പാടില്ല. ഇനി എങ്ങനെ ജെർബറയിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാമെന്നാണ്. എല്ലാവരും കരുതുന്ന പോലെ സീഡ് ജെർമിനേറ്റ് ആവില്ല. ഇതിനകത്ത് സീഡ്സ് ഉണ്ടാവാറില്ല, കാരണം പോളിനേഷൻ എഫക്റ്റീവ് അല്ല. എളുപ്പമെന്ന് സീഡ്സ് കിട്ടില്ല. കറക്റ്റായിട്ട് പോളിനേഷൻ നടത്തുവാണെങ്കിൽ കിട്ടും. പിന്നീടുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞത് ജെർബറയുടെ തൈകൾ എടുത്ത് മാറ്റി നടുക എന്നതാണ്. ജെർബറയുടെ തൈകൾ ഉണ്ടാക്കാൻ വേപ്പിൻ പിണ്ണാക്ക് കൊടുത്താൽ മതി, പെട്ടെന്ന് തൈകൾ പൊട്ടി വന്നോളും. അപ്പോൾ തൈകൾ എടുത്ത് നടുന്ന സമയത്ത് അതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടും ഒരു കുഞ്ഞ് ട്യൂബറും കാണും. കുഞ്ഞ് കിഴങ്ങും ഉണ്ടാവണം. ഒരു ഫെർട്ടിലൈസറും കൂടെ ഉണ്ട്, അത് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. പിന്നെ പ്ലാന്റിൻ്റെ കെയറിങ് എന്ന് പറയുന്നത് ഇതുപോലെ മണ്ണിളക്കം ഉണ്ടായിരിക്കണം, എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. മണ്ണിൽ പ്രത്യേകിച്ചിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. സാധാരണ ഗാർഡൻ സോയിലാണ് പ്ലാന്റ് നട്ടുകൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ വിട്ടുപോയൊരു ഫെർട്ടിലൈസർ എന്താണെന്ന് പറഞ്ഞാൽ എക്ഷൽ പൗഡറാണ്. മുട്ടത്തോടിന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. വളരെ കുറച്ച് മാത്രമേ കൊടുക്കാവൂ, ഹൈലി കാൽഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം പ്ലാന്റിൻ്റെ റൂട്ടിൽ ഇട്ട് കൊടുക്കുക. ഇത് പൂക്കാതെ നിന്നൊരു ജെർബറ പ്ലാന്റ് ആണ്. കണ്ടില്ലേ, പൂവൊന്നുമില്ല, ബഡ് പോലും ഇല്ല. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂ വന്നിട്ടുണ്ട്. റോസ് കളറ് ഫ്ലവറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക്. ഒരുപാട് മാസങ്ങളെടുത്ത് ഷൂട്ട് ചെയ്ത, നിങ്ങൾക്ക് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.